AUP സ്കൂൾ പൊമ്പ്ര 89 വർഷക്കാലം നമ്മുടെ നാടിൻ്റെ അഭിമാനമായി അനേകായിരങ്ങളെ അറിവിൻ്റെ അനന്തലോകത്തേക്ക് കൈപ്പിടിച്ചാനയിച്ച വിജ്ഞാന തല്ലജം. 2018-19 അക്കാദമിക് ഇയറിൽ നമ്മുടെ സ്കൂളിൽ നടന്ന പാഠ്യേതര മികവുകളിൽ നമുക്ക് കാണാൻ ഭാഗ്യം ലഭിച്ച ഏതാനും ചില പ്രവർത്തനങ്ങളുടെ ദൃശ്യാവിഷ്കാരം അഭിമാനപൂർവ്വം സമർപ്പിക്കുന്നു. സ്കൂളിൻ്റെ ചരിത്രം. 1930 ഹിന്ദു എലമെന്ററി സ്കൂളായി തുടക്കം കുറിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് സംസ്ഥാനം നേരിട്ട് ഗ്രാന്റ് നൽകിയ ഏക സ്കൂൾ. ശ്രീ രാമവാര്യർ എന്ന മഹാമനീഷിയുടെ ദീർഘവീക്ഷണ ഫലമായി സ്കൂൾ രൂപം കൊള്ളുകയും അന്നത്തെ മുഖ്യ സാരഥി തന്റെ മകനും കൂടിയായിരുന്ന MV കൃഷ്ണവാര്യർ എന്ന വലിയ മാഷായിരുന്നു. 1962 32 കുട്ടികളെ 6ാം തരത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്കൂൾ UPയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. ഈ നീണ്ട കാലയളവിൽ അനേകായിരങ്ങൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകുകയും നമ്മുടെ സ്കൂൾ അഭിമാനത്തോടെ പുതിയ പഠനരീതികൾക്ക് അനുയോജ്യമായ നവീന കെട്ടിടങ്ങളും ഹൈടെക് ക്ലാസ് മുറികളുമായി കൂടുതൽ പ്രൗഢിയോടെ മുന്നോട്ടു പോകുന്നതിന് സഹായിച്ച മാനേജ്മെന്റ്, PTA, ടീച്ചേഴ്സ്, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എല്ലാവരെയും ഈ സമയം വളരെ സ്നേഹത്തോടെ സ്മരിച്ചുകൊള്ളുന്നു. 2005-6 അക്കാദമിക് ഇയറിൽ നമ്മുടെ സ്കൂൾ കൂട്ടിലക്കടവ് നുസ്രത്തുൽ ഇസ്ലാം ഭാരവാഹികളാൽ വളരെ നല്ല രീതിയിൽ നടന്നുവരുന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ N. മുഹമ്മദ് ഹാജി ആണ് സ്കൂളിന്റെ ഇപ്പോഴത്തെ മാനേജർ. നാളിതുവരെ സ്കൂളിന്റെ വളർച്ചയിൽ നിസ്തുല പങ്കുവഹിച്ച മഹാമനീഷികൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പാകെ സവിനയം സമർപ്പിക്കുന്നു. 2018-19 അക്കാദമിക് ഇയറിൽ നമ്മുടെ സ്കൂളിൽ 1 മുതൽ 7 വരെ 15 ഡിവിഷനുകളിൽ 358 കുട്ടികൾ പഠിക്കുന്നു. ഒരു ഓഫീസ് അറ്റൻഡന്റ് ഉൾപ്പെടെ 21 സ്റ്റാഫുകൾ നമ്മുടെ സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്നു. ഈ അധ്യയന വർഷത്തെ പ്രീ പ്രൈമറി ക്ലാസുകളുടെ ഉദ്ഘാടനം ജൂൺ 11 നടന്നു. LKG ക്ലാസ്സിൽ 47 കുട്ടികളും UKG ക്ലാസ്സിൽ 30 കുട്ടികളുമടക്കം 77 കുട്ടികളും 3 അധ്യാപികമാരും ഒരു ഹെൽപ്പറുമായി ക്ലാസ് ആരംഭിച്ചു. എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തത്തോടെ കലാകായിക മേളകൾ വളരെ ഭംഗിയായി നടന്നു. അസംബ്ലികൾ. വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സ്കൂൾ അസംബ്ലികൾ നടക്കാറുള്ളത്. എല്ലാ ആഴ്ചയിലും തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലാണ് അസംബ്ലി നടന്നു വരുന്നത്. പത്രവായന, പുസ്തക പരിചയം, വായനാക്കുറിപ്പ് തുടങ്ങിയ പരിപാടികൾ അസംബ്ലിയിൽ നടക്കുന്നു. വളരെ അച്ചടക്കത്തോടും തികഞ്ഞ ഏകാഗ്രതയോടും കൂടിയാണ് വിദ്യാർത്ഥികൾ അസംബ്ലിയിൽ പങ്കെടുക്കുന്നത്. ഭാഷാടിസ്ഥാനത്തിലും അസംബ്ലികൾ നടക്കാറുണ്ട്.
ചുമർ പത്രികകൾ. വ്യത്യസ്ത ദിനാചരണങ്ങളും പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ചുമർ പത്രികകൾ നിർമ്മിക്കുന്നു. ക്ലാസ് അടിസ്ഥാനത്തിലാണ് കുട്ടികൾ ചുമർ പത്രിക നിർമ്മാണം നടത്തുന്നത്. പഠന വിഷയങ്ങളിൽ അധിക വിവരങ്ങൾ ശേഖരിക്കാൻ ചുമർ പത്രിക നിർമ്മാണം കുട്ടികൾക്ക് സഹായകമാവുന്നു. അസംബ്ലിയിൽ ഹെഡ് മാസ്റ്റർ കുട്ടികൾ നിർമ്മിച്ച ചുമർ പത്രികകൾ പ്രകാശനം ചെയ്യുന്നു. മികച്ച വായനക്കാരുള്ള നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ് നമ്മുടെ ലൈബ്രറി. അവസാന പീരിയഡുകളിൽ കുട്ടികൾ അവർക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുന്നത് കാണാൻ ഏറെ കൗതുകകരമാണ്. We have a good library. It helps us to enter the world of reading. I share my reading ambition with my library teacher. She helps us to select and apt books to enlighten my reading career. I read several books from my school library. I love my school library. I love my school. കുട്ടികളെ വായനാശീലമുള്ളവരാക്കിയാൽ അത് ഭാവിയിലേക്കുള്ള ഈടുവെപ്പാണെന്ന് രക്ഷിതാക്കൾ കൂടി തിരിച്ചറിയണം. വിദ്യാരംഗം മലയാള ഭാഷാ ക്ലബിന്റെ ഏറ്റവും മികച്ച പ്രവർത്തനം കുട്ടികളെ വായിപ്പിക്കുക എന്നതാണ്. കവിതകൾ, കഥകൾ എന്നിവ കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നവയാണ്. കമ്പ്യൂട്ടർ ലാബ്. മികച്ച ഒരു കമ്പ്യൂട്ടർ ലാബ് നമ്മുടെ സ്കൂളിന്റെ കമ്പ്യൂട്ടർ പഠനം ഏറെ സുതാര്യമാക്കുന്നു. 10ഓളം കമ്പ്യൂട്ടർ പ്രവർത്തന സജ്ജമാണ്. വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ പഠനം വളരെ കൃത്യതയോടെ കമ്പ്യൂട്ടർ ടീച്ചറുടെ സഹായത്തോടെ നടന്നു വരുന്നു. Computer lab. I love my computer teacher. I love my school. My school, my pride. ക്ലബ്ബ് പ്രവർത്തനങ്ങൾ. പാഠ്യപ്രവർത്തനങ്ങൾക്ക് പുറമെ മുൻനിരക്കാരായ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ഓരോ വിഷയത്തിലും അവരുടെ സർഗാത്മക കഴിവുകൾ പ്രദർശിപ്പിക്കാനായി ക്ലബ്ബ് പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 2018-19 അധ്യയന വർഷത്തിൽ ജൂൺ 2-ാം വാരം തന്നെ വിവിധ ഭാഷാ ക്ലബ്ബുകളായ അലിഫ് അറബി ക്ലബ്ബ്, ചമൻ ഉറുദു ക്ലബ്ബ്, ഹിന്ദി ക്ലബ്ബ്, ഇംഗ്ലീഷ് ക്ലബ്ബ്, സംസ്കൃതം ക്ലബ്ബ്, ശാസ്ത്ര ക്ലബ്ബുകൾ എന്നിവ അതാത് അധ്യാപകരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും പ്രഥമ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ദിനാചരണങ്ങൾ, പൊതുവിജ്ഞാനം കൂടുതൽ ആർജിക്കാൻ പത്രവാർത്താ ക്വിസ് മത്സരങ്ങൾ, ഓണാഘോഷ പരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു. കൂടാതെ വിവിധ ഭാഷകളിൽ പോസ്റ്റർ നിർമ്മാണം, കൊറിയോഗ്രഫി, സ്ക്രിപ്റ്റ്, കവിതാരചന കുട്ടികളിലെ ഭാഷാ നൈപുണി വളർത്താൻ ഏറെ സഹായിക്കുന്നു. സ്കൂൾ പാർലമെന്ററി തെരഞ്ഞെടുപ്പ്. 2018-19 അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ ജൂലൈ മാസത്തിൽ നടത്താൻ കഴിഞ്ഞു. ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതിനാൽ കുട്ടികൾക്ക് ഇത് മികച്ച ഒരു അനുഭവമായി മാറി. 3-ാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി. സ്കൂൾ പ്രധാനമന്ത്രിയായി 7B ക്ലാസ്സിൽ നിന്ന് മുഹമ്മദ് ഇർഷാദ് കെയെ തെരഞ്ഞെടുത്തു. തുടർന്ന് സ്കൂൾ തല മന്ത്രിമാരുടെയും തെരഞ്ഞെടുപ്പ് നടന്നു.
ചെയ്ത സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? എന്തൊക്കെയായിരുന്നു വോട്ടിംഗ് അനുഭവങ്ങൾ? ഒരാൾ പങ്കുവച്ചാൽ. ആദ്യം പോയി പേരിന്റെ അടുത്ത് ഒപ്പിട്ട്, അടുത്തത് കയ്യിൽ വരവറിഞ്ഞ് സ്ഥാനാർത്ഥിയുടെ നമ്പർ അമർത്തുകയാണ് വോട്ടിംഗ് രീതി. ഉച്ചഭക്ഷണം. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണത്തെ മുൻനിർത്തി നമ്മുടെ സ്കൂളിൽ വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണ പരിപാടി ജൂൺ 1 മുതൽ ആരംഭിച്ചു. പോഷകസമൃദ്ധമായ ഭക്ഷണ വിഭവങ്ങൾ പുതുമയോടെയും ശുചിത്വത്തോടെയും നൽകി വരുന്നുണ്ട്. സാമ്പാർ, അവിയൽ, ഓലൻ, തോരൻ, മസാലക്കറി, സാലഡ് തുടങ്ങി വൈവിധ്യമാർന്ന വിഭവങ്ങൾ വ്യത്യസ്ത ദിനങ്ങളിലായി നൽകി വരുന്നു. ആഴ്ചയിൽ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ പാലും വെള്ളിയാഴ്ച പഴം, മുട്ട ഇവയും നൽകുന്നുണ്ട്. മാസത്തിൽ ഒരു ദിവസം പായസവും നൽകി വരുന്നു. വിശേഷ ദിവസങ്ങളിൽ സദ്യയും ബിരിയാണിയും നൽകാറുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മികച്ച കർഷക അവാർഡ് നേടിയ നമ്മുടെ നാടിന്റെ അഭിമാനം ദേശീയ തലത്തിൽ ഉയർത്തിയ ശ്രീ അരവിന്ദാക്ഷൻ സാറിന്റെ ഫാം ഹൗസിലേക്ക് കുട്ടികളെ നേരിട്ട് ഫീൽഡ് ട്രിപ്പ് നടത്തുകയുണ്ടായി. പിന്നെ ഇറച്ചി മീനൊക്കെ അങ്ങനെ നമ്മൾ കാണുന്ന ഒരുവിധ എല്ലാ ചെടികളും ഒന്നുകിൽ ഔഷധമാണ്, അല്ലെങ്കിൽ ഭക്ഷണയോഗ്യമാണ്. ഇതിനോടൊപ്പം അന്യം നിന്നു പോകുന്ന പരമ്പരാഗത തൊഴിലായ നെയ്ത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും പരമ്പരാഗത തൊഴിലാളികളുടെ ജീവിതം കണ്ടറിയുന്നതിനും കരിമ്പുഴ നെയ്ത്ത് ഗ്രാമവും സന്ദർശിച്ചു. ആരോഗ്യ ക്ലബ്ബ്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ ആരോഗ്യശീലങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനായി ഒരു ആരോഗ്യ ക്ലബ്ബ് സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ സ്കൂളിൽ വന്ന് ആരോഗ്യശീലങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ എടുത്തു. എല്ലാവരും ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് എല്ലാവർക്കും കറക്റ്റായ ഡോസസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്തുണ്ടാകുന്ന ഭയാശങ്കകൾ ഇല്ലാതാക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് കുട്ടികളെ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ പ്രോഗ്രാമിനോട് സഹകരിച്ച് എല്ലാ കുട്ടികൾക്കും വാക്സിൻ കൊടുക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. 10 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് TT വാക്സിനേഷൻ നൽകുകയും ചെയ്തു. ആരോഗ്യ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ ശീലങ്ങളും കുട്ടികളെ ശീലിപ്പിക്കുന്നു. വായനാവാരം ജൂൺ 19 മുതൽ 23 വരെ. സ്കൂൾ പഠനം കേവല ടെക്സ്റ്റ് ബുക്ക് പഠനം മാത്രമല്ലെന്നും ഓരോ കുട്ടിയുടെയും ജീവിത ലക്ഷ്യങ്ങളും വീക്ഷണങ്ങളും രൂപപ്പെടുന്ന ഇടം കൂടിയാണെന്നതും ഓർമ്മിക്കാൻ ഒരു വായനാവാരം. ശ്രീ PN പണിക്കർ അനുസ്മരണ വായനാവാരം മികച്ച പങ്കാളിത്തത്തോടെ ആചരിക്കപ്പെട്ടു. അന്നേ ദിവസങ്ങളിൽ സ്കൂൾ ലൈബ്രറി പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കുകയും അധ്യാപകർ തങ്ങളുടെ വായനാനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. തുടർന്ന് കുട്ടികൾ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും അവരോട് വായനാക്കുറിപ്പ് തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും മികച്ച വായനാക്കുറിപ്പിന് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. വായന ചുരുങ്ങിയ ദിവസങ്ങളിലേക്കല്ലെന്നും ജീവിതാവസാനം വരെ തുടരേണ്ടതാണെന്നും ശ്രദ്ധയിൽപ്പെടുത്തി. വായനാ ക്ലബ്ബുകൾ പ്രവർത്തനം ആരംഭിച്ചു. മലയാള തിളക്കം. മലയാളം തിളങ്ങണം നമ്മുടെ കുട്ടികളിലൂടെ.
അതിന് അവരെ പ്രാപ്തരാക്കുക എന്നത് നമ്മുടെ കർത്തവ്യവും. നമ്മുടെ കുട്ടികൾ വ്യത്യസ്ത പഠന വേഗതയുള്ളവരാണ്. അതിനാൽ ഓരോരുത്തർക്കും അവരവരുടേതായ സമയമെടുത്ത് പഠിപ്പിക്കുക എന്നത് ഏറെ പ്രാധാന്യമേറിയതാണ്. ഇവിടെയാണ് മലയാള തിളക്കത്തിന്റെ പ്രസക്തി. LP UP ക്ലാസുകളിലെ തെരഞ്ഞെടുത്ത കുട്ടികളെ ഇരുത്തിക്കൊണ്ട് അവരുടെ കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങളെ പോലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള മലയാള തിളക്കം പരിപാടി കുട്ടികളിൽ ആത്മവിശ്വാസം ഉണർത്തിക്കൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അതിന്റെ തുടർ പ്രവർത്തനം അവധിക്കാല പ്രവർത്തനങ്ങളിലൂടെ ഉറപ്പിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുമല്ലോ. സുരീലി ഹിന്ദി. നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദി ഏറ്റവും ലളിതമായ രീതിയിൽ കുട്ടികൾ മനസ്സിലാക്കുക, ഹിന്ദി ഭാഷയോടുള്ള അവരുടെ താല്പര്യം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ വർഷം സുരീലി ഹിന്ദി എന്ന പരിപാടി ആരംഭിച്ചത്. തുടക്കത്തിൽ 6ാം ക്ലാസ്സുകാരാണ് പങ്കെടുത്തത്. അടുത്ത വർഷം ഇത് മറ്റു ക്ലാസ്സുകളിലേക്കും തുടരും. ഹിന്ദി പാട്ടുകളും കഥകളുമൊക്കെയായി വളരെ സന്തോഷത്തോടെയാണ് കുട്ടികൾ സുരീലി ഹിന്ദിയിൽ പങ്കെടുത്തത്. ചെറിയ ചെറിയ സംഭാഷണങ്ങളും നാടകങ്ങളുമൊക്കെയായി അവർ അറിയാതെ തന്നെ ഹിന്ദി പഠിക്കുകയായിരുന്നു. സുരീലി ഹിന്ദിക്ക് വേണ്ട പഠനോപകരണ പ്രക്രിയയിൽ കുട്ടികൾ പങ്കാളികളായതിനാൽ ഹിന്ദി ഭാഷാ പഠനം അവർക്ക് കൂടുതൽ എളുപ്പമായി. ഹലോ ഇംഗ്ലീഷ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രൈമറി തലത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഒരു പരിപാടിയാണ് ഹലോ ഇംഗ്ലീഷ്. ഇതിന്റെ സ്കൂൾ തല ഔപചാരിക ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗവും PPTM പ്രധാന അധ്യാപികയുമായ ശ്രീമതി സീമ ടീച്ചർ നിർവഹിച്ചു. പാട്ടിലൂടെയും കളികളിലൂടെയും കുട്ടികൾ അവർ അറിയാതെ തന്നെ ലോകഭാഷയായ ഇംഗ്ലീഷിനെ എത്തിക്കുക എന്നതാണ് ഹലോ ഇംഗ്ലീഷ് പരിപാടിയുടെ നൂതന രീതി. ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്ക് പുറമെ ഇംഗ്ലീഷ് ഭാഷയിൽ പോസ്റ്റർ, പ്ലക്കാർഡ്, കോൺവെർസേഷൻ, പോയം, കൊറിയോഗ്രഫി, സ്കിറ്റ്, ഡ്രാമ എന്നീ പ്രവർത്തനങ്ങളും ഹലോ ഇംഗ്ലീഷ് പരിപാടിയിലൂടെ നടത്തിവരുന്നു. വിവിധ മത്സര പരീക്ഷകൾ. മുൻ ക്ലാസുകളിൽ പഠന പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് LSS, USS, സംസ്കൃതം സ്കോളർഷിപ്പുകൾ, ഹിന്ദി സുഗമ പരീക്ഷ, ഗണിതത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള ന്യൂ മാത്സ് എന്നീ മത്സര പരീക്ഷകൾക്കുള്ള പ്രത്യേക പരിശീലനങ്ങൾ ജൂലൈ ആദ്യ വാരത്തിൽ തന്നെ സമയബന്ധിതമായി നടത്തിവരുന്നു. ഇതിന്റെ ഫലമായി 2017-18 അധ്യയന വർഷത്തിൽ 4 LSSഉം 11 സംസ്കൃതം സ്കോളർഷിപ്പുകളും 12 പേർക്ക് സുഗമ ഹിന്ദി പരീക്ഷയിൽ A+ഉം നേടാനായത് അഭിമാനപൂർവ്വം നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കുന്നു. പ്രവൃത്തി പരിചയ പഠനം. വൈകാരികവും വൈജ്ഞാനികവുമായ മേഖലകളുടെ സമന്വയവും വികാസവും സാധ്യമാക്കുന്നതിന് പ്രവൃത്തി പരിചയ വിദ്യാഭ്യാസം അനിവാര്യമാണ്. മാനവശേഷി വികാസമാണ് പ്രവൃത്തി പരിചയ പഠനത്തിന്റെ ലക്ഷ്യം. ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകളെ രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ വളർത്തിയെടുക്കുക എന്നതാണ് മാനവശേഷി വികാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ ബോധമുള്ള പുതിയ ഒരു തൊഴിൽ സംസ്കാരത്തിന്റെ വാക്താക്കളായി നവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് പ്രവൃത്തി പഠനത്തിന്റെ സുപ്രധാന ലക്ഷ്യം. നമ്മുടെ സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നടന്നുവരുന്നു. ചിത്രതുന്നൽ, ഫാബ്രിക് പെയിന്റിംഗ്, വെജിറ്റബിൾ പ്രിന്റിംഗ്, പേപ്പർ ക്രാഫ്റ്റ്, കളിമൺ രൂപനിർമ്മാണം എന്നിങ്ങനെ വിവിധ ഇനങ്ങളിലായി വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് നൽകുന്നതിന് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്.
സയൻസ് ക്ലബ്ബ് ആധുനിക ജീവിതത്തിൽ ശാസ്ത്രം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ചെറിയ ക്ലാസുകളിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായി വിവിധ പ്രവർത്തനങ്ങൾ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സ്കൂളിൽ നടന്നുവരുന്നുണ്ട്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, IRS, ഭൂവിഭവങ്ങൾ, കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനം, എഡ്യൂസാറ്റ്, വിക്ടേഴ്സ്. വാർത്താവിനിമയത്തിന് നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റുകൾ. ഭൂവിഭവ പഠനം ഒരു നിശ്ചിത ബിന്ദു. ജൂൺ 14-ാം തീയതി സയൻസ് ക്ലബ്ബ് ഉദ്ഘാടനം നടന്നു. 40ഓളം കുട്ടികൾ അംഗങ്ങളായിട്ടുണ്ട്. ലഘു പരീക്ഷണങ്ങൾ, ശാസ്ത്ര സംവാദങ്ങൾ, സെമിനാറുകൾ, ചർച്ചകൾ, ക്യൂസ് മത്സരങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികളിലൂടെ ശാസ്ത്രാവബോധം വിദ്യാർത്ഥികളിൽ വളർത്താൻ അധ്യാപകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചാന്ദ്രദിനം, ദേശീയ ശാസ്ത്ര ദിനം തുടങ്ങിയ ദിനാചരണങ്ങൾ, പോസ്റ്റർ നിർമ്മാണം, ചർച്ചകൾ, ക്വിസ് മത്സരങ്ങൾ, സെമിനാറുകൾ, പ്രൊജക്റ്റുകൾ തുടങ്ങിയ വൈവിധ്യ പരിപാടികൾ നടന്നു. Plants absorb carbon dioxide, release oxygen during photosynthesis. These gases exchange take place small portions. റിപ്പബ്ലിക് ദിനം. ഈ അധ്യയന വർഷത്തെ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. ദേശീയ പതാകയുടെ നിറങ്ങളുള്ള തൊപ്പികൾ ധരിച്ചായിരുന്നു കുട്ടികൾ അസംബ്ലിയിൽ പങ്കെടുത്തത്. രാജ്യസ്നേഹത്തിന്റെ പ്രാധാന്യമറിയിക്കുന്ന നല്ല പ്രഭാഷണങ്ങൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ സുരേന്ദ്രൻ സാറും PPTM ഹെഡ് മിസ്ട്രസ് ശ്രീമതി സീമ ടീച്ചർ കൊങ്ങശ്ശേരിയും നടത്തി. പതാകാവന്ദനത്തിന് ശേഷം ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡ് കുട്ടികൾക്ക് ലൈവായി പ്രദർശിപ്പിച്ചു. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടി തന്നെ സമർപ്പിച്ച ഒരു സാധനമാണ്. സ്കൂൾ അധ്യാപിക ശ്രീമതി സൗമ്യ ടീച്ചർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ സാരേ ജഹാം സെ അച്ഛ എന്ന ഗീതവും ആലപിച്ചു. കലോത്സവം. കുട്ടികളിൽ സർഗാത്മകത വളർത്താൻ കലാപഠനം അനിവാര്യമാണ്. 2018-19 അധ്യയന വർഷത്തെ കലോത്സവം നവംബർ 14-ന് വർണ്ണപ്പകിട്ടാർന്ന വിവിധ പരിപാടികളോടെ നടത്താൻ കഴിഞ്ഞു. സംഗീതം, നൃത്തം, ചിത്രരചന, പ്രസംഗം തുടങ്ങിയ വൈവിധ്യമാർന്ന ഇനങ്ങളിൽ കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ മാറ്റുരച്ചു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പരിപാടിയിലൂടെ എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. നാല് ഗ്രൂപ്പുകളിലായി നടന്ന വാശിയേറിയ മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനം നേടിയവർക്കുള്ള ട്രോഫികൾ സ്കൂൾ PTA സ്പോൺസർ ചെയ്തു. പഠനോത്സവം. നമ്മുടെ സ്കൂളിലെ പഠനോത്സവം 2019 ഫെബ്രുവരി മാസം 15-ാം തീയതി വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചു. പഠനോത്സവത്തിന്റെ ഭാഗമായി തികച്ചും വ്യത്യസ്തമായി ഉത്സവാന്തരീക്ഷത്തിൽ കുതിരക്കുളമ്പടിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാലയത്തിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് വർണ്ണാഭമായ വിളംബര ജാഥകൾ സംഘടിപ്പിക്കുകയുണ്ടായി. പഠനോത്സവ സന്ദേശം വിവിധ ഭാഗങ്ങളിലേക്ക് സംഘടിപ്പിച്ച വിളംബര ജാഥയിലൂടെ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. പൊതുവിദ്യാലയത്തിലെ പ്രവർത്തനങ്ങളുടെയും പഠന മികവിന്റെയും നേർക്കാഴ്ച പൊതുസമൂഹത്തിലേക്കും എത്തിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം നടപ്പിലാക്കിയ വളരെ മികച്ച ഒരു പരിപാടിയായിരുന്നു പഠനോത്സവം. സ്കൂളിലെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ സർവ്വ മേഖലയിലും ശേഷികൾ പഠനോത്സവത്തിലൂടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു.
വിവിധ മേഖലയിലുള്ള കുട്ടികളുടെ ശേഷികളുടെ നേർക്കാഴ്ച പഠനോത്സവത്തിൽ അവതരിപ്പിച്ചു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. പഠന പ്രക്രിയയിൽ കായിക വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ സ്കൂളിലെ ഈ അധ്യയന വർഷത്തെ കായിക മാമാങ്കം വളരെ വിപുലമായി വൻ ജനപങ്കാളിത്തത്തോടെ നടന്നു. 2 ദിവസങ്ങളിലായി നീണ്ടുനിന്ന കായിക മാമാങ്കം കുട്ടികൾക്കും സ്കൂളിനെ സ്നേഹിക്കുന്നവർക്കും ഏറെ സന്തോഷം നൽകി. Right. Oh. Find me in the bay, find me in the bay. Made 20K, spend it all day. No time boy, I hate to go. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ മത്സരങ്ങളും നടന്നു. പൂർവ്വ വിദ്യാർത്ഥികൾക്കും മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്കും സമ്മാനവും നൽകി. നാല് ഗ്രൂപ്പുകളിലായി വാശിയേറിയ മത്സരം കുട്ടികൾ കാഴ്ചവെച്ചു. സ്പോർട്സിന്റെ മുന്നോടിയായി നടന്ന കോച്ചിംഗ് പ്രോഗ്രാമുകളും മുന്നൊരുക്കങ്ങളും വിപുലമായി തന്നെ സംഘടിപ്പിച്ചിരുന്നു.
പഠനയാത്ര. ഈ അധ്യയന വർഷത്തെ പഠനയാത്ര ആതിരപ്പള്ളിയിലേക്കാണ് പോയത്. പതിനഞ്ച് അധ്യാപകരും 45 കുട്ടികളും പഠനയാത്രയിൽ പങ്കെടുത്തു. എട്ട് 2/2019 രാവിലെ 7 മണിക്ക് യാത്ര ആരംഭിച്ചു. 10 മണിയോടെ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന കൗതുക പാർക്കിലെത്തി. ജൈവ വൈവിധ്യ ഉദ്യാനവും ഏറുമാടവും കൃത്രിമ ഗുഹാ സങ്കേതങ്ങൾ തുടങ്ങിയ ഒട്ടനവധി കാഴ്ചകൾ കുട്ടികളിൽ വിജ്ഞാനവും കൗതുകവും ഉണർത്തി. ഈ അവസരത്തിൽ അധ്യാപകർ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി ഒട്ടേറെ കാര്യങ്ങൾ പകർന്നു നൽകി. പ്രളയത്തെ തുടർന്ന് നാമാവശേഷമായ തുമ്പൂർമൊഴി ഡാമിൽ ഏകദേശം 12 മണിയോടെ ഞങ്ങൾ എത്തിച്ചേർന്നു. പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാൻ ആതിരപ്പള്ളി വെള്ളച്ചാട്ട ദൃശ്യത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധ്യമായി. അനേകം നല്ല ഓർമ്മകൾ സമ്മാനിച്ച് 11 മണിയോടെ ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തി. അനേകം പഠന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് നമ്മിൽ നിന്ന് യാത്രയായ 2018-19 അധ്യയന വർഷം. ക്യാമറ കണ്ണിൽ പകർത്തിയ ഏതാനും ചില പ്രവർത്തനങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത്. എല്ലാ പഠനങ്ങൾക്കുമപ്പുറം സ്കൂൾ നല്ലൊരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന കേന്ദ്രമാണ്. നമ്മുടെ മക്കൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് അഭിമാനമായി കരുതണം. അങ്ങനെ നമ്മുടെ സ്കൂൾ നമുക്ക് അഭിമാനമാവട്ടെ. നമ്മുടെ സ്കൂൾ നമ്മുടെ അഭിമാനം. വളരെ ക്ഷമയോടെ ഈ റിപ്പോർട്ട് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി.